ജോഷിയുടെ ഒരു കാലത്തെ സിനിമകളിൽ ഏറ്റവും ഇതായിട്ടുള്ള റൈറ്ററായിരുന്നു കലു ഡെന്നീസ്. ഒരുപാട് ഹിറ്റ്സ് അവരുണ്ടാക്കിയിട്ടുണ്ട് ആ കോമ്പിനേഷനിൽ. അപ്പോൾ ആ ടീമിൻ്റെ ഒരു സിനിമയായിരുന്നു ഈ ജനുവരി ഒരു ഓർമ്മ. ആ മോഹൻലാലും കാർത്തികയെ അഭിനയിച്ച. എന്നെ സംബന്ധിച്ചോളം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വർക്കുകളിൽ എൻ്റെ വർക്കുകളിലൊന്നാണ് ഇതിൻ്റെ അകത്ത്. കാരണം വെച്ചാൽ ഞാൻ എപ്പോഴും ഇതിൻ്റെ തുടക്കം തുടങ്ങി പറഞ്ഞിരുന്ന ഈ ജോഷി തന്നിരുന്നൊരു അമിത സ്വാതന്ത്ര്യം, അത് അധികമൊന്നും ഞങ്ങൾ ദുരുപയോഗം ചെയ്തിട്ടില്ലെങ്കിൽ പോലും ആ സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു ഇതായിരുന്നു. കാരണം കമ്പോസ് ചെയ്യാനിരിക്കുമ്പോൾ എങ്ങനെയുള്ളൊരു പാട്ട് വേണം. അതിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പൂക്കൈത പൂക്കുന്ന പാടങ്ങളിൽ എന്നുള്ള പാട്ട് അതിൽ രഘുവിനും മറ്റുമൊക്കെ ആയിട്ടുള്ള ചെറിയ പിള്ളേർക്കായിട്ട് കുറേ കൂടി പഞ്ചിങ് ആയിട്ട് ഉണ്ടാക്കിയതാണ്. പക്ഷേ പാട്ടിൻ്റെ ഒരു ഇത് കണ്ടിട്ട് ജോഷി അതിൻ്റെ സിറ്റുവേഷൻ മാറ്റുകയും അത് മോഹൻലാലിന് ആ പാട്ട് കൊടുക്കുകയും മോഹൻലാലിന് വേണ്ടി ഉണ്ടാക്കിയ പാട്ട് ഇതിൻ്റെ ടൈറ്റിൽ സോങ് ആയിട്ട് മാറുകയും ചെയ്യും. മഞ്ഞു പെയ്യുന്ന മാർഗഴി മാസവും വന്നെത്തിയെന്നിട്ടുമെന്തേ വരുന്നില്ല പൈങ്കിളി. പൂക്കുന്ന പാടങ്ങളിൽ രാത്രി പൊന്നാട നെയ്യുന്നു പൂന്തിങ്കള് മഞ്ഞു പെയ്യുന്ന മാർഗഴി മാസവും വന്നെത്തിയെന്നിട്ടുമെന്തേ വരുന്നില്ല പൈങ്കിളി. പൂക്കൈത പൂക്കുന്ന പാടങ്ങളിൽ നിന്ന് പാട്ട് കേൾക്കുമ്പോൾ നമുക്ക് ഒരിക്കലും ഇതൊരു ഖണ്ഡഗതിയിൽ ചിട്ടപ്പെടുത്തിയ പാട്ടാണെന്ന് ആദ്യം തന്നെ തോന്നില്ല. കാര്യം അതിൻ്റെ മെലഡിയുടെ ഒരു പോക്ക് വെച്ചിട്ട് നമുക്കെപ്പോഴും ഒരു വളരെ മെലഡീസായ ഒരു പാട്ടിങ്ങനെ പോകുന്നതിൻ്റെ സുഖത്തിൽ നമ്മൾ അനുഭവിച്ചിരിക്കും. പിന്നീടാണ് അറിയുന്നത് ഒരു ഖണ്ഡഗതിയിലാണ് ഈ പാട്ട് ചിട്ടപ്പെടുത്തുന്നത്. ഔസേപ്പച്ചൻ സാറിൻ്റെ ഒരു ബ്രില്യൻസ് അതിൻ്റെ കോമ്പോസിഷനിലുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു കോറസായിട്ട് ഒരു ഹാർമണി ഉപയോഗിച്ചിട്ടുണ്ട്. സാധാരണഗതിയിൽ അക്കാലത്ത് അല്ലെങ്കിൽ അതിന് മുമ്പോ മലയാളം സിനിമ പാട്ടുകളിൽ അത്തരത്തിലുള്ള കോറസ് പോർഷൻസ് കുറവാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഔസേപ്പച്ചൻ സാറ് ഏറ്റവും കൂടുതൽ അദ്ദേഹത്തിൻ്റെ ഉപകരണം വയലിൻ വായിച്ചിട്ടുള്ളത് മലയാളം പാട്ടുകളൊക്കെ കൂടുതലായിട്ട് ഇളയരാജ സാറിൻ്റെ തമിഴ് പാട്ടുകളിലാണ്. അപ്പോൾ രാജ സാറിൻ്റെ കൂടെ ഒരുപാട് വർഷം വർക്ക് ചെയ്തിട്ട് അദ്ദേഹത്തിൻ്റെ സംഗീതത്തോട് ഒരു ആഭിമുഖ്യം പലപ്പോഴും അദ്ദേഹത്തിൻ്റെ ഓർക്കസ്ട്രേഷനിൽ ഔസേപ്പച്ചൻ സാർ മുൻകാലങ്ങളിൽ പുലർത്തിയിരുന്നു. കറുത്ത പെണ്ണെ ഒറ്റയ്ക്കിരുന്നു മടുത്തു പെണ്ണെ, കത്തക്കതിരെ കറുത്ത പെണ്ണെ ഒറ്റയ്ക്കിരുന്നു മടുത്തു പെണ്ണെ, സ്വപ്നങ്ങൾ പങ്കിട്ടു ദുഃഖങ്ങൾ പങ്കിട്ടു, സ്വപ്നങ്ങൾ പങ്കിട്ടു ദുഃഖങ്ങൾ പങ്കിട്ടു, മുറ്റത്തെ മാവിൻ്റെ കൊമ്പത്തിരിക്കാം. പൂക്കുന്ന പാടങ്ങളിൽ രാത്രി പൊന്നാട നെയ്യുന്നു പൂന്തിങ്കള് മഞ്ഞു പെയ്യുന്ന മാർഗഴി മാസവും വന്നെത്തിയെന്നിട്ടുമെന്തേ വരുന്നില്ല പൈങ്കിളി. ദിനരാത്രങ്ങളെ സ്ക്രിപ്റ്റ് ഞങ്ങൾ ഐഡിയൽ ബീച്ച് റിസോർട്ട് എന്ന് പറയുന്ന മദ്രാസിലെ മഹാബലിപുരത്തുള്ള ഒരു റിസോർട്ടിലിരുന്നിട്ടാണ് ഞങ്ങൾ എഴുതുന്നത്. പാട്ടിനൊന്നും വലിയ സിറ്റുവേഷൻ ഉള്ളൊരു പടമല്ല എങ്കിൽ പോലും ഒരു വളരെ ഫോക്ക് ശരിക്കും കേരള ഫോക്കിൽ പെടുന്ന, അതായത് കിളിയാട്ടുന്ന പാട്ടുകളിൽ ഈ കൊയ്ത്തുപാട്ട്, അതുപോലെ ഈ പാടത്ത് കിളിയാട്ടുന്ന പാട്ടിൻ്റെ ആ പാറ്റേണിൽ ഞാൻ ഏതോ ഒരു ഉച്ചയ്ക്ക് വെറുതെ ഇരിക്കുമ്പോൾ ഈ നാടൻ പാട്ടിൽ അത് ഓർക്കുകയും അത് ഒരു ചിത്രഭൂമിയുടെ പുറകിൽ ഇടുക ചെയ്താൽ ഇതിൻ്റെ ഒരു ക്യാച്ചിനെസ് എത്രമാത്രം ആൾക്കാരെ അട്രാക്റ്റ് ചെയ്യുന്നതാണെന്ന് കൃത്യമായിട്ട് ജോഷിക്ക് മനസ്സിലായി എന്നുള്ളതാണ്. അതാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു സിറ്റുവേഷൻ്റെ ആവശ്യം പടത്തിലില്ല അത്രയൊന്നും. കാരണം അങ്ങനെ ഒരു മ്യൂസിക്കൽ സിറ്റുവേഷൻസ് ആവശ്യപ്പെടുന്ന ഒരു സിനിമയല്ല. പക്ഷെ അത്തരം ഒരു ട്യൂൺ ആ പടത്തിന് ചേരുമെന്നും, അത് മാത്രമല്ല അതിൻ്റെ ഒരു ഇതിൻ്റെ അകത്തുനിന്ന് ഏറെ നല്ലൊരു എന്താ പറയുക കുളിർമ തോന്നുന്ന പിക്ചറൈസേഷനും ഒക്കെയുള്ള ഒരു പാട്ടാണ് ദിനരാത്രങ്ങളിൽ. കിളിയാട്ടും പെണ്ണെ തിരുകാവിൽ പോകാം, കിളിയാട്ടും പെണ്ണെ കണ്ണെ തിരുകാവിൽ പോകാം, കരിവളയും ചാന്തും വാങ്ങി തിരികെ ഞാൻ കുടിയിലാക്കാം.
കിളിയാട്ടും പെണ്ണെ കണ്ണെ തിരുകാവിൽ പോകാം കരിവളയും ചാന്തും വാങ്ങി തിരികെ ഞാൻ കുടിയിലാക്കാം. ഔസേപ്പച്ചൻ ഷിബു ചക്രവർത്തി കൂട്ടുകെട്ടെന്നുള്ളത് മലയാള സിനിമയിലെ പ്രധാനപ്പെട്ട കോമ്പിനേഷനുകളിൽ ഒന്ന് തന്നെയാണ്. ഒരുപാട് നല്ല പാട്ടുകൾ നമുക്ക് അവർ സമ്മാനിച്ചിട്ടുണ്ട്. പിന്നെ പ്രത്യേകിച്ച് ഈ പാട്ടിൽ ശ്രീകുമാരേട്ടൻ്റെ ശബ്ദം, ചിത്രചേച്ചിയുടെ ശബ്ദം, ഇത് നമുക്കൊരു വലിയ പ്രണയാർദ്രമായ ഒരു ഭാവം നമുക്ക് സമ്മാനിക്കുന്നുണ്ട്. ഒന്നിച്ചൊരു സ്വപ്നം കണ്ടു സ്വപ്നത്തെ കൂട്ടിലടച്ചു കൂട്ടിലിരുന്നു സ്വപ്നം ചിറകു വിരിക്കുന്നു. കിളിയാട്ടും പെണ്ണെ തിരുകാവിൽ പോകാം കിളിയാട്ടും പെണ്ണെ കണ്ണെ തിരുകാവിൽ പോകാം കരിവളയും ചാന്തും വാങ്ങി തിരികെ ഞാൻ കുടിയിലാക്കാം.